The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Business Studies class. I think all are doing well. Okay, see, in the last class we completed our 9th chapter, that is small business. I think all are clear. Today we are going to discuss the next chapter, that is 10th chapter, internal trade. See, we know that what do you mean by trade? That is, trade means buying and selling of goods and services with what? The objectives of earning profit, isn't it? Trade can be classified into two, that is internal trade and external trade. So what do you mean by internal trade? That is, trade take place within the country. Trade take place within the country, that is internal trade. And but in case of external trade, that means trade between the two or more countries. Trade between two or more countries, that is known as external trade. See, this internal trade which take place within a country is called internal trade. That is internal trade, that is trade which take place within a country is called internal trade. So it is also called home trade or domestic trade. ഒരു രാജ്യത്തിനകത്ത് ട്രേഡ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ നോൺ ആസ് ഹോം ട്രേഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ട്രേഡ് എന്നും പറയാറുണ്ട്. സോ ഇൻ സച്ച് എ ടൈപ്പ് ഓഫ് ട്രേഡ് ബോത്ത് ബയർ ആൻഡ് സെല്ലർ ബിലോങ്സ് ടു ദി സെയിം കൺട്രി. ഈ ട്രേഡിൽ ബയറും സെല്ലറും എവിടെയുള്ളവരായിരിക്കും? സെയിം കൺട്രീസിലുള്ള ആളുകളായിരിക്കും എന്നാണ് പറയുന്നത്. സോ ദ പേയ്മെന്റ് ഈസ് മെയ്ഡ് ഇൻ ദെയർ ഓൺ നാഷണൽ കറൻസി. അവരുടെ തന്നെ നാഷണൽ കറൻസി വെച്ചുകൊണ്ടാണ് പേയ്മെന്റ്സ് നടക്കുന്നത്. ഓക്കെ, സോ ഇൻ ഇന്റേണൽ ട്രേഡ്, trader can use any mode of transport for carrying the goods. ഗുഡ്സ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡർക്ക് ഏത് തരത്തിലുള്ള ട്രാൻസ്പോർട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഏതിൽ? ഇൻ ഇന്റേണൽ ട്രേഡിൽ. സോ ഇന്റേണൽ ട്രേഡ് ആർ ദ ടു ടൈപ്സ്, ദാറ്റ് ഈസ് ഹോൾസെയിൽ ട്രേഡ് ആൻഡ് റീറ്റെയിൽ ട്രേഡ് ഉണ്ട്. ഹോൾസെയിൽ ട്രേഡും ഉണ്ട്, റീറ്റെയിൽ ട്രേഡും ഉണ്ട്. എന്താണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Wholesale trade means buying and selling of goods in large quantity from manufacturers or producers and selling them in a small quantities to the retailers എന്ന് പറയും. അതായത് സാധനങ്ങൾ ലാർജ് ക്വാണ്ടിറ്റീസിൽ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നോ വാങ്ങിച്ചിട്ട് സ്മോൾ ക്വാണ്ടിറ്റീസിൽ ആർക്ക് കൊടുക്കുന്നു? റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുവെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയും. സോ ദ പേഴ്സൺ ഹൂ ഡീൽസ് ഇൻ ദ ഹോൾസെയിൽ ട്രേഡ്, ദാറ്റ് പേഴ്സൺ ഈസ് നോൺ ആസ് ഹോൾസെല്ലർ എന്ന് പറയും. ഇത് ചെയ്യുന്ന ആൾ എന്ത് പറയുന്നു? ഹോൾസെല്ലർ എന്ന് പറയും. ഓക്കെ, സോ ദ ഹോൾസെല്ലർ എന്ന് പറയുന്നത് ആക്ച്വലി ആക്ട് ആസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്? പ്രൊഡ്യൂസേഴ്സിനെയും ആൻഡ് ദെൻ റീറ്റെയിലേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ആളാണ് ആക്ച്വലി ആര്? ഈ ഹോൾസെയിലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹോൾസെയിലർ എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹോൾസെയിലേഴ്സ് മാനുഫാക്ചേഴ്സിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് എന്തൊക്കെ സർവീസസ് കൊടുക്കുന്നു ചോദിച്ചാൽ, ഒന്ന് ഫെസിലിറ്റേറ്റിംഗ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഫെസിലിറ്റേറ്റിംഗ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അത് പറഞ്ഞാൽ ബൾക്ക് ഓർഡേഴ്സ് ഫ്രം ഹോൾസെയിലേഴ്സ് എനേബിൾസ് ദ പ്രൊഡ്യൂസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. അതായത് ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് ഓർഡർ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മാനുഫാക്ചറർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ബൾക്കായിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതിനുള്ള സംവിധാനം ആര് ചെയ്യുന്നു? ഹോൾസെയിലർ ആർക്ക് ചെയ്യുന്നു? മാനുഫാക്ചേഴ്സിന് ചെയ്യുന്നു. ആൻഡ് ദെൻ സെക്കൻഡ് വൺ, ബിയറിംഗ് റിസ്ക്. സോ ദറ്റ് മീൻസ് ദ പർച്ചേസ് ദ entire
their goods immediately on production so that they can take the risk of change in demand, spoilage, damage, theft, etc. during the transportation and storage. So bearing the risk, that means the purchase the entire goods immediately on the production. പ്രൊഡക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, ഹോൾസെയിലർ എന്ത് ചെയ്യുന്നു, മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ അത്രയും തന്നെ വാങ്ങിക്കുന്നു. അതുകൊണ്ട് സോ ദാറ്റ് ദേ ടേക്ക് ദ റിസ്ക് ഓഫ് ചേഞ്ചിങ് ഡിമാൻഡ്, സ്പോയിലേജ്, ഡാമേജ്, തെഫ്റ്റ് എക്സെട്ര. ഇതിങ്ങനെയൊക്കെ വരാവുന്ന ചാൻസ് ഉള്ള എല്ലാ റിസ്ക്കും ആരെ ഏൽക്കുന്നു, ഈ ഹോൾസെയിലർ ഏൽക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ. തേർഡ് വൺ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ദാറ്റ് മീൻസ് wholesalers purchase on cash basis and sometimes they may give advance payment for bulk purchases. സാധാരണ ഹോൾസെയിലർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്യാഷ് ബേസിനാണ് പർച്ചേസ് ചെയ്യുന്നത്. ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ബൾക്കായിട്ട് എന്ത് ചെയ്യാറുണ്ട്, പർച്ചേസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ എക്സ്പേർട്ട് അഡ്വൈസ് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് ഹോൾസെയിലർ ആർ ദ കോൺസ്റ്റന്റ് ടച്ച് വിത്ത് ദി റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സുമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ആർക്കാ ടച്ച് ഉണ്ടാവുന്നത്, ഹോൾസെയിലർക്കാണ്. അതുകൊണ്ട് ദേ ക്യാൻ കളക്ട് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ടേസ്റ്റ് ആൻഡ് ഫാഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റും ഫാഷനും കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇവർ കളക്ട് ചെയ്യും ആൻഡ് പാസസ് ഇറ്റ് ടു ദി പ്രൊഡ്യൂസേഴ്സ്. അത് ആർക്ക് പാസ് ചെയ്യും, പ്രൊഡ്യൂസേഴ്സിന് പാസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ ഫിഫ്ത്ത് വൺ, ഹെൽപ്സ് ഇൻ മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിന് സഹായിക്കുന്നു എന്ന് പറഞ്ഞു. സോ ഹോൾസെയിലേഴ്സ് ടേക്ക് കെയർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്, മാർക്കറ്റ് റിസർച്ച്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ് എക്സെട്ര. ഇതൊക്കെ ഇതിലൊക്കെ ആര് ടേക്ക് കെയർ ചെയ്യുന്നു, ദാറ്റ് ഈസ് ഹോൾസെയിലർ. ഓക്കെ, ദെൻ ഫെസിലിറ്റേറ്റ് continuity of productions. Facilitate continuity of production. That means wholesaler purchase goods on real time basis as and when they produce goods. That means it helps the manufacturers to carry out continuous productions. Okay, and then next one, storage. See, the burden of storing goods passes to the wholesalers. ആര് പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ അത്രയും തന്നെ ഹോൾസെയിലർ വാങ്ങിക്കുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി ആര് സ്റ്റോർ ചെയ്ത് വെച്ചോളും, ഹോൾസെയിലേഴ്സ് സ്റ്റോർ ചെയ്ത് വെച്ചോളും. ഇത്രയൊക്കെയാണ് ഹോൾസെയിലർ മാനുഫാക്ചർക്ക് ചെയ്തു കൊടുക്കുന്ന സർവീസസ്. ഇനി ഹോൾസെയിലർ റീറ്റെയിലേഴ്സിന് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആണ്. See, retailers get goods as and when they required, as there is a large quantity stored by the wholesalers. Wholesalers large quantity സ്റ്റോർ ചെയ്തതുകൊണ്ട് റീറ്റെയിലേഴ്സ് എപ്പോൾ ആവശ്യപ്പെട്ടാലും എടുത്തു കൊടുക്കാൻ ഇവരുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, മാർക്കറ്റിംഗ് സപ്പോർട്ട്. ദാറ്റ് മീൻസ് ഹോൾസെയിലേഴ്സ് ടേക്ക് ഓൾ ദ ബേർഡൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആര് ഏറ്റെടുത്തോളും, ഹോൾസെയിലേഴ്സ് ഏറ്റെടുത്തോളും. അതുകൊണ്ട് റീറ്റെയിലർ എൻജോയ് ദ ബെനിഫിറ്റ്. അതിൻ്റെ ബെനിഫിറ്റ് ആരായിരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടാവുക, റീറ്റെയിലർ ആയിരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടാവുക. സോ ദെൻ പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. റീറ്റെയിലേഴ്സിന് ചെയ്ത് കൊടുക്കുന്ന മറ്റൊരു സർവീസസ് ആണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. That means it enables the retailers to conduct their business without much investment in working capital. വർക്കിംഗ് ക്യാപിറ്റൽ അത്രയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ റീറ്റെയിലേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നു. അത്ര ക്യാപിറ്റലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ, വർക്കിംഗ് ക്യാപിറ്റലൊന്നും അത്ര ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ റീറ്റെയിലേഴ്സിന് ബിസിനസ് നടത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ആൻഡ് ദെൻ സ്പെഷ്യലൈസ്ഡ് നോളേജ്. ദാറ്റ് മീൻസ് ഹോൾസെയിലേഴ്സ് ക്യാൻ ഗീവ് എക്സ്പെർട്ട് അഡ്വൈസ് ഓൺ ദെയർ പ്രോഡക്ട്സ് ആസ് ദേ ആർ ഡീലിംഗ് ഓൺലി ലിമിറ്റഡ് ലൈൻ ഓഫ് ഗുഡ്സ്. ഇല്ല, ഇവർ ലിമിറ്റഡ് ലൈൻ ഓഫ് ഗുഡ്സ് മാത്രം ഡീൽ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് പ്രോഡക്റ്റിനെ കുറിച്ചൊരു എക്സ്പേർട്ട് അഡ്വൈസ് കൊടുക്കാൻ പറ്റും. സോ ദേ ഓൾസോ ഇൻഫോം ദ റീറ്റെയിലേഴ്സ് അബൌട്ട് ദ ന്യൂ പ്രോഡക്റ്റ്, അതിൻ്റെ യൂസ്, ക്വാളിറ്റി, പ്രൈസ്, ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ആർക്ക്, റീറ്റെയിലേഴ്സിന്. ഓക്കെ, ദെൻ റിസ്ക് ഷെയറിംഗ്. ദ റിസ്ക് ഓഫ് റീറ്റെയിലേഴ്സ് ഗെറ്റ് റെഡ്യൂസ്ഡ് ആസ് മോസ്റ്റ് ഓഫ് ദ ബേർഡൻ ഓഫ് മാർക്കറ്റിംഗ് സച്ച് ആസ് പ്രൈസ് ഫ്ലക്ച്വേഷൻ, ലോസ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, സ്റ്റോറേജ് എക്സെട്ര. ഇതൊക്കെ ബോൺ ബൈ ആര്, ഹോൾസെയിലേഴ്സ് ഏറ്റെടുത്തുള്ളൂ. അപ്പോൾ റിസ്ക്കും അവിടെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായോ, എന്താണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് മനസ്സിലായോ? ഇനി നമുക്ക് റീറ്റെയിൽ ട്രേഡ് ആണ് അല്ലേ. ഹോൾസെയിൽ ട്രേഡ് ഉണ്ട്, റീറ്റെയിൽ ട്രേഡ് ഉണ്ട്. ഇന്റേണൽ ട്രേഡിൽ രണ്ടെണ്ണം പറഞ്ഞല്ലോ, ഹോൾസെയിൽ ട്രേഡും ഉണ്ട്, റീറ്റെയിൽ ട്രേഡും ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി എന്താണ് റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീറ്റെയിൽ ട്രേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. സ്മോൾ ക്വാണ്ടിറ്റീസിൽ വാങ്ങിക്കുക അല്ലേ, എന്നിട്ട് സ്മോൾ ക്വാണ്ടിറ്റീസിൽ തന്നെ വിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അതിനെയാണ് റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. റീറ്റെയിൽ ട്രേഡർ ബൈസ് ഗുഡ്സ് ഫ്രം ദി ഹോൾസെയിലേഴ്സ്. ആരിൽ നിന്നാണ് റീറ്റെയിൽ ട്രേഡർ
സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. എന്നിട്ട് ആർക്കത് കൊടുക്കുക? സെൽ ദം ടു ദി കസ്റ്റമേഴ്സിനാണ് കൊടുക്കുന്നത്. സോ ഇൻ അതർ വേർഡ്സ് റീറ്റെയിൽ ട്രേഡ് ഇൻക്ലൂഡ് ഓൾ ദ ആക്ടിവിറ്റീസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ഫോർ ദി കൺസപ്ഷൻ എന്നാണ് പറയുക. ഓക്കെ, അതാണ് റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ റീറ്റെയിലേഴ്സ് മാനുഫാക്ചേഴ്സിനും അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിന് എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഒന്ന് ഹെൽപ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻസ്. സോ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യുന്നു? ഹെൽപ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ടു ദി അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ഹു ആർ സ്കാറ്റേഡ് ഓവർ ദ വേൾഡ്. അല്ലെ, രാജ്യത്തിൻ്റെ പല ഭാഗത്തും ചിന്നിച്ചേറി കിടക്കുന്ന കൺസ്യൂമേഴ്സിന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സഹായിക്കുന്നത് ആരായിരിക്കും? റീറ്റെയിലേഴ്സ് ആയിരിക്കും. ഓക്കെ, ദെൻ പേഴ്സണൽ സെല്ലിംഗ്, ദാറ്റ് ഈസ് മോസ്റ്റ് ഓഫ് ദ കൺസ്യൂമർ ഗുഡ്സ് റിക്വയർ പേഴ്സണൽ സെല്ലിംഗ്. കൺസ്യൂമർ ഗുഡ്സ് മിക്കതിനും എന്ത് വേണം? പേഴ്സണൽ സെല്ലിംഗ് വേണം. ദാറ്റ് മീൻസ് ഹോൾസെയിലേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ആർ ഫ്രീ ഫ്രം ദി ദിസ് ടാസ്ക് ആസ് ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ബൈ ദ റീറ്റെയിലേഴ്സ്. ഈ ടാസ്ക് റീറ്റെയിലേഴ്സ് ഏറ്റെടുത്തതുകൊണ്ട് ഹോൾസെയിലേഴ്സും പ്രൊഡ്യൂസും ആ ടാസ്കിൽ നിന്ന് എന്താണ്? ഫ്രീ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ സെല്ലിങ് ചെയ്തു കൊടുക്കാൻ റീറ്റെയിലേഴ്സ് സഹായിക്കുന്നു. ദ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് നടത്തുന്നു. ദാറ്റ് ഈസ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ആർ ഫ്രീ ഫ്രം ദി ട്രബിൾ ഓഫ് മേക്കിംഗ് ഇൻഡിവിജ്വൽ സെയിൽസ് ടു ദ കൺസ്യൂമേഴ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. കൺസ്യൂമേഴ്സിന് ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസിൽ ഇൻഡിവിജ്വലായിട്ട് സെയിൽ ചെയ്യാൻ ആര് ചെയ്തോളൂ? അത് റീറ്റെയിലേഴ്സ് ചെയ്തോളും. അതുകൊണ്ട് അവിടെ ആര് ഇടപെടേണ്ട കാര്യമില്ല? മാനുഫാക്ചേഴ്സോ ഹോൾസെയിലേഴ്സോ എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. സോ ദിസ് എനേബിൾസ് ദം ടു ഓപ്പറേറ്റ് ഇൻ ലാർജ് സ്കെയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ കളക്ടിങ് മാർക്കറ്റ് ഇൻഫർമേഷൻസ്. സിൻസ് ദ റീറ്റെയിലേഴ്സ് ആർ ദ കോൺസ്റ്റന്റ് ടച്ച് വിത്ത് ദി കൺസ്യൂമേഴ്സായിട്ട് കോൺസ്റ്റന്റ് ടച്ച് ആർക്കാണ് ഉണ്ടാവുന്നത്? ദാറ്റ് ഈസ് റീറ്റെയിലേഴ്സിനാണ്. അതുകൊണ്ട് ദേ ക്യാൻ കളക്ട് ദ റിലയബിൾ മാർക്കറ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും, വിച്ച് ക്യാൻ ബി പാസ്ഡ് ടു ദി ഹോൾസെയിലേഴ്സ് ആൻഡ് ദ മാനുഫാക്ചേഴ്സിന് അത് പാസ് ചെയ്യാനും സാധിക്കും. ദെൻ ഹെൽപ്സ് ഇൻ സെയിൽസ് പ്രൊമോഷന് സഹായിക്കുന്നത്. ദാറ്റ് ഈസ് റീറ്റെയിലേഴ്സ് ആർ ഓൾസോ അണ്ടർടേക്ക് അഡ്വർടൈസ്മെന്റ് ആൻഡ് അതർ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ടു increase their sales. So which in turn will be benefited to the wholesalers and manufacturers in promoting the sale of their products എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി റീറ്റെയിലേഴ്സ് കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് റെഗുലർ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ്, റെഗുലർ അവൈലബിലിറ്റി ഓഫ് പ്രോഡക്ട്സ്. സോ മോസ്റ്റ് ഓഫൺ ദ റീറ്റെയിലേഴ്സ് ഹോൾഡ് സഫീഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഫ്രം വേരിയസ് പ്രൊഡ്യൂസേഴ്സ്. പല പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങളെല്ലാം ആര് വാങ്ങി വെച്ചിട്ടുണ്ടാവും? റീറ്റെയിലേഴ്സ് വാങ്ങി വെച്ച്, മാനുഫാക്ചർ വാങ്ങിയിട്ടുണ്ടാവും. മാനുഫാക്ചറിൽ നിന്ന് ആര് കളക്ട് ചെയ്തിട്ടുണ്ടാവും? ഈ റീറ്റെയിലേഴ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആൻഡ് ദിസ് എൻഷ്യൂർ റെഡി ആൻഡ് റെഗുലർ സപ്ലൈ ഓഫ് ഗുഡ്സ്. അപ്പോൾ ആവശ്യപ്പെടുമ്പോൾ കൺസ്യൂമേഴ്സ് ആവശ്യപ്പെടുന്ന സമയത്ത് റീറ്റെയിലേഴ്സിന് ഉടനെ തന്നെ എടുത്തു കൊടുക്കാനായിട്ട് പറ്റുന്നു. ദെൻ ന്യൂ പ്രോഡക്റ്റ് ഇൻഫർമേഷൻസ്. അവ അറേഞ്ചിങ് പ്രോപ്പർ ഡിസ്പ്ലേ ആൻഡ് ത്രൂ പേഴ്സണൽ സെല്ലിംഗ് എഫേർട്ടും പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുന്നതുകൊണ്ടും ദ റീറ്റെയിലേഴ്സ് പ്രൊവൈഡ് ദ റെലവൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി ന്യൂ പ്രോഡക്ട്സ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ് ടു ദി കൺസ്യൂമേഴ്സ് ആൻഡ് കൺവിൻസിങ് ഇൻ ബൈയിങ്. ലൈക്ക് വാങ്ങിക്കാൻ അവരെന്ത് ചെയ്യും? പ്രേരിപ്പിക്കും. സോ റീറ്റെയിലേഴ്സ് സെൽ ഗുഡ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി ആൻഡ് ദേ ഹാവ് സെറ്റ് അപ്പ് ദെയർ സ്റ്റോഴ്സ് in residential area which are very near to the customers and consumers. Then wide selections ആണ് മറ്റൊന്ന്. The retailers has the large variety of goods from the different manufacturers. So at the same time provide the credit facilities. That means the retailers often provide the credit facilities to regular and trusted customers. അതാണ് ഇതിൻ സർവീസസ്. Then next one, the difference between wholesale trade and then retail trade. So the first one, on the basis of scale of business, wholesaler organized on a large scale, but in case of retail organized on a small scale. And then amount of capital, see in wholesaler high capital is required, and but in case of retailer comparatively less capital is required. And third one, direct contact. In case of wholesaler, direct connect with the manufacturers here, but in case of retailer, direct connect with the consumers. And then source of supply, then wholesaler, the source of supply for whom, that from manufacturers, and here from wholesaler. And then link, actually wholesaler link between the manufacturer and the retailer, but in case of retailer, link between wholesaler and the consumer. And then specialization in one or more line of goods in wholesaler, but in case of retailer no such specialization, he deals variety of goods in a small quantities.
And then location of business is not important in wholesaler, but in case of retailer, location of business is important. In usually it is in residential area. And then dealing in goods, deals in large quantities in the wholesaler, but in case of retailer, goods are purchased and sold in a small quantities. And area covered, wholesaler large area covered, but in case of retailer relatively small area, local market covered. Okay, I think all are clear. Next one, the classification of retailers. Retailers in namalku rendaayittu classify cheyna itinerant traders and fixed shop. Itinerant traders include hawkers and peddlers, then market traders, street traders, cheap jacks, etc. And fixed shop retailers include, there are fixed shop retailers are again categorized into two, that is fixed shop small retailers, fixed shop large retail stores. So that is fixed shop small retailers includes general store, specialty shops, street stall holders, second hand goods shop. And fixed shop large retail stores include departmental store, chain or multiple store, mail order house, consumer cooperative store, supermarket and vending machines. Okay, in that the first one, itinerant traders, that is these traders are retailers without shops. ഇങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാവില്ല? ഷോപ്സ് ഉണ്ടാവില്ല. They do not have fixed shops. ഇവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ടാവില്ല. They deal in low priced commodities and move from one place to another place. ഇവർ സാധാരണ ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ആണ് ഡീൽ ചെയ്യുന്നത്. ഇവർ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? മാറിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ട്രേഡേഴ്സ് ആണ് itinerant traders എന്ന് പറയുന്നത്. Their special features എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും, ഈസി ഫോർമേഷൻ ആണ്, ലോ ഇൻവെസ്റ്റ്മെന്റ് മതി, പേഴ്സണൽ ടച്ച് വിത്ത് ബിസിനസ് ആയിട്ട്. ഓക്കെ, ആൻഡ് ദെൻ itinerant traders എന്ന് പറയുന്നതിൽ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഹാക്കേഴ്സ്, പെഡ്ലേഴ്സ്, ചീപ്പ് ജാക്കേഴ്സ് ആൻഡ് സ്ട്രീറ്റ് ആൻഡ് മാർക്കറ്റ് ട്രേഡേഴ്സ് ഒക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. സോ characteristics of itinerant traders, that is small scale operation ആയിരിക്കും, കാരണം ഡ്യൂ ടു ലിമിറ്റഡ് റിസോഴ്സസ് ആയതുകൊണ്ട്. ആൻഡ് ദെൻ ഡീൽസ് ഇൻ കൺസ്യൂമർ പ്രോഡക്ട്സ് ആയിരിക്കും ഇവർ ഡീൽ ചെയ്യുന്നത്. യൂഷ്വലി ദേ ഡീൽ ഇൻ കൺസ്യൂമർ ഗുഡ്സ് ഓഫ് ഡെയിലി യൂസ് ചെയ്യുന്ന, അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, സ്റ്റേഷനറി. ഇവർക്കൊന്നും ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഷോപ്പൊന്നും ഉണ്ടാവില്ല അല്ലേ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ദെൻ ഡോർ സ്റ്റെപ്പ് സർവീസസ് ആണ്, അതായത് നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് ഇവർ എന്ത് ചെയ്യാറുണ്ട്? സാധനങ്ങൾ തരാറുണ്ട്. ദേ പ്രൊവൈഡ് ഗുഡ്സ് അറ്റ് ദ ഡോർ സ്റ്റെപ്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ വീട്ടുപടിക്കൽ കൊണ്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും. ആര്? itinerant traders. ദെൻ ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളവരുടെ കയ്യിൽ. സോ ദേ ഹാവ് നോ ഫിക്സഡ് പ്ലേസ് ആയതുകൊണ്ട് ടു ഓപ്പറേറ്റ് ദേ ഡു their business with a limited stock only. കുറച്ച് സ്റ്റോക്ക് വെച്ചുകൊണ്ട് മാത്രമേ ഇവർ എന്ത് ചെയ്യുന്നുള്ളൂ? ബിസിനസ് നടത്തുന്നുള്ളൂ. ഓക്കെ, ഈ itinerant ട്രേഡേഴ്സിനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വൺ കൈൻഡ്സ് ഓഫ് itinerant traders. The first one, hawkers and peddlers. Hawkers means what? They are the traders who carry their products on cart or bicycles. ബൈസൈക്കിളിൽ ഉന്തുവണ്ടിയിൽ നമ്മൾ കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അവരെയാണ് വെഹിക്കിളിലെ ഉന്തുവണ്ടിയിൽ കൊണ്ടുപോയിട്ട് ബൈസൈക്കിളിലൊക്കെ കൊണ്ടുപോയിട്ട് എന്താ പറയുക, സാധനങ്ങൾ വിറ്റ് കച്ചവടം ചെയ്യുന്നവരെയാണ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. പെഡ്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരി ദെയർ പ്രോഡക്ട്സ് ഓൺ ദെയർ ബാക്ക് ഓർ ഹെഡ് ഓർ ബാസ്ക്കറ്റ് ഓർ ഷോൾഡർ ബാഗിൽ, ഇങ്ങനെ നമ്മൾ ഷോൾഡറിലോ അതുപോലെ തന്നെ തലയിലോ തലച്ചുമടായിട്ടോ ഒക്കെ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ പുറത്തൊക്കെ വെച്ച് കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്ന ആളുകളാണ് ആക്ച്വലി പെഡ്ലേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ജനറലി ഡീലിംഗ് നോൺ സ്റ്റാൻഡർഡൈസർ ആൻഡ് ലോ വാല്യൂ ഗുഡ്സ് ആയിരിക്കും ഇവർ ഡീൽ ചെയ്യുന്നുണ്ടാവുക. operates mainly on streets of residential area. റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ട്രീറ്റ്സുകളിലാണ് സാധാരണ ഇവർ എന്താ പറയുക ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എക്സിബിഷൻ ഗ്രൗണ്ട്, അതുപോലെ തന്നെ പബ്ലിക് പ്ലേസ്, ഇങ്ങനെയുള്ളിടത്തൊക്കെയാണ് ഇവർ സാധാരണ ഇവരുടെ ബിസിനസ് നടത്തുന്നത്. ദെൻ സപ്ലൈ ദ ഗുഡ്സ് അറ്റ് ദ ഡോർ സ്റ്റെപ്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ വീട്ടുപടിക്കൽ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ വിൽക്കും അല്ലേ. നമ്മൾ സൈക്കിളിൽ, നമ്മുടെ വീടുകളുടെ അടുത്തൊക്കെ സൈക്കിളുകളിലും മുന്തുവണ്ടികളിലും തലയിൽ വെച്ചിട്ടും തോളത്തേറ്റിട്ടൊക്കെ
സാധനങ്ങൾ കൊണ്ടുവന്ന് വരുന്ന ആളുകളില്ലേ, അവരെയാണ് ഹാക്കേഴ്സും അതുപോലെ തന്നെ പെഡ്ലേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ഒരു ഐറ്റിനറന്റ് ട്രേഡിൽ വരുന്നതാണ് മാർക്കറ്റ് ട്രേഡേഴ്സ്. മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്, ദീസ് ട്രേഡേഴ്സ് സെൽ ദെയർ ആർട്ടിക്കിൾസ് ഓൺ ഫിക്സഡ് ഡേയ്സ് ഇൻ എ ഡിഫറെൻറ്റ് മാർക്കറ്റ് പ്ലേസ് അല്ലേ. അതായത് ഇപ്പോൾ ഫിക്സഡ് ഡേയ്സ് ഉണ്ടാവും, അവരുടെ സാധനങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളുടെ സാധനങ്ങൾ വിൽക്കാൻ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇന്ന ദിവസം, ഇപ്പം മൺഡേ ഒരിടത്താണെങ്കിൽ ട്യൂസ്ഡേ വേറൊരിടത്തായിരിക്കും, വെനസ്ഡേ മറ്റൊരിടത്തായിരിക്കും, പിന്നെ അടുത്ത മൺഡേ ഇതേ സെയിം പ്ലേസിൽ വന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, സെയിൽ കച്ചവടം നടത്തും. നമ്മളുടെ പ്രദേശത്തൊക്കെ കാണുന്ന ചെറിയ ചന്ത പോലുള്ള സംഭവമാണ് ഈ മാർക്കറ്റ് ട്രേഡേഴ്സിൽ വരുന്നത്. ദേ ഡീൽ ഇൻ എ വൺ പെർട്ടിക്കുലർ ലൈൻ ഓഫ് ഗുഡ്സ് ആണ്, അതായത് ടോയ്സ്, ഗാർമെൻറ്റ്സ്, ക്രോക്കറി അങ്ങനെയുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ സെൽ പ്രോഡക്ട്സ് ഓൺ ഫിക്സഡ് ഡേയ്സ് ഇൻ എ മാർക്കറ്റ്. അങ്ങനെ ഇപ്പോൾ ഫ്രൈഡേ മാത്രം ഉള്ള മാർക്കറ്റ് അല്ലേ, അല്ലെങ്കിൽ സൺഡേ മാത്രമുള്ള മാർക്കറ്റ് അങ്ങനെയുള്ളതാണ്. സോ ഡീലിംഗ് ഇൻ ലോ പ്രൈസ്ഡ് ഗുഡ്സ് ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ദേ മൂവ് ഫ്രം വൺ മാർക്ക് ടു അനദർ അല്ലേ. ഒരു ദിവസം ഇവിടെയാണെങ്കിൽ വേറൊരു ദിവസം മറ്റൊരിടത്തായിരിക്കും, മൺഡേ ഒരിടത്താണെങ്കിൽ ട്യൂസ്ഡേ വേറൊരിടത്തെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നെക്സ്റ്റ് അടുത്ത മൺഡേയും ഇവിടെ തന്നെ ആയിരിക്കും, സെയിം ഇന്ന് ഈ മൺഡേ എവിടെയാണോ അവിടെ തന്നെ വന്ന് കച്ചവടം ചെയ്യുന്നതാണ്. അതാണ് മാർക്കറ്റ് ട്രേഡേഴ്സിൻ്റെ പ്രത്യേകത. ദെൻ സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് പറയും. These traders generally arrange their articles at busy street corner, അതായത് നിയർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലൊക്കെ സാധനങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നതാണ് സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് പറയും അല്ലേ. നമ്മൾ ഫുട്പാത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ നമ്മൾ നടന്നു പോകുന്ന സമയത്ത്. സോ അവർ സാധാരണ ദേ സെൽ കൺസ്യൂമേഴ്സ് ഐറ്റംസ് ഓഫ് ഡെയിലി യൂസിനുള്ള ഐറ്റംസ് ആണ് ഇവർ കച്ചവടം ചെയ്യുന്നുണ്ടാവുക. അത് ദെൻ ജനറലി ഓപ്പറേറ്റ് നിയർ പബ്ലിക് പ്ലേസിന് അടുത്താണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡു നോട്ട് ചേഞ്ച് ദയർ പ്ലേസ് ഓഫ് ദ ബിസിനസ് ഫ്രീക്വൻലി. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറില്ല, പ്ലേസ് ഒന്നും മാറ്റാറില്ല. നമ്മൾ കണ്ടിട്ടില്ലേ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ടാർപ്പായി വിരിച്ച് കെട്ടിയിട്ട് ബസ് സ്റ്റാൻഡ് പരിസരങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ടെൻറ്റ് കെട്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, കാലങ്ങളോളമായിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെയാണ് സ്ട്രീറ്റ് ട്രേഡേഴ്സ്. ഫുട്പാത്തിൻ്റെ മേലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ കച്ചവടം ചെയ്യുന്നില്ലേ, അവരെയാണ് സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ചീപ്പ് ജാക്കേഴ്സ് എന്ന് പറയും. ചീപ്പ് ജാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി hire small shop for the short period of time ആണ്. Depending upon the scope of sale they keep shifting from one locality to another locality. അതായത് ഫെസ്റ്റിവൽ സീസണൊക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി ഷെഡ് കെട്ടിയിട്ട് ഇവർ എന്ത് ചെയ്യാറുണ്ട്, സാധനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, വിൽക്കാറുണ്ട്. ആ ഫെസ്റ്റിവൽ സീസൺ അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് മാറ്റും. സോ ദേ ഡീൽ ഇൻ എ കൺസ്യൂമർ ഐറ്റംസ് തന്നെയാണ്. ഓൾസോ പ്രൊവൈഡ് സർവീസസ് ലൈക്ക് റിപ്പയറിംഗ് വാച്ചസ്, ഷൂസ്, ബക്കറ്റ്സ് അങ്ങനെയുള്ളത്. മൂവ് ഫ്രം വൺ ഏരിയ ടു അനദർ ഡിപ്പെൻഡിങ് ഓൺ ദി സെയിൽസ് പൊട്ടൻഷ്യൽ. ഒരു ഭാഗത്ത് കുറച്ച് കാലം നിന്നിട്ട് അവിടെ ശരിയില്ല, അവിടുത്തെ സെയിൽസ് ഏകദേശമൊക്കെ ഇതാണെന്നുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് അവർ പോകും. സോ ദേ ഓൾസോ സെൽ ഗുഡ്സ് ഇൻ ടെമ്പററി ഷെഡ് ഡ്യൂറിങ് ദി ഫെസ്റ്റിവൽസ്. ഫെസ്റ്റിവൽ സമയത്ത് ടെമ്പററി ഷെഡ് കെട്ടിയിട്ട് ഇവർ എന്ത് ചെയ്യാറുണ്ട്, സാധനങ്ങൾ സെയിൽ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് ചീപ്പ് ജാക്കേഴ്സ് എന്ന് പറയുന്നത്. ചീപ്പ് ജാക്കേഴ്സ്. അപ്പോൾ ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഈ ഐറ്റിനറന്റ് ട്രേഡേഴ്സ് ഉള്ളത് ഏതൊക്കെയാണ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഐറ്റിനറന്റ് ട്രേഡേഴ്സ് മനസ്സിലായെന്ന് വരുന്നു. ഇനി അടുത്ത ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്നാണ്. ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോൾ ദീസ് റീറ്റെയിലേഴ്സ് ആർ ദോസ് who carry on business by maintaining fixed place of business to sell their goods. ബിസിനസ് അവരുടെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഫിക്സഡ് ആയിട്ട് ഷോപ്പ് കെട്ടി അതിനകത്ത് സാധനങ്ങൾ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. സോ ദേ ഡു നോട്ട് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് ഓപ്പറേഷൻ ദേ ക്യാൻ ഓൾസോ ബി ടു ടൈപ്സ് അല്ലേ. ഇതിൻ്റെ സൈസ് ഓഫ് ഓപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ രണ്ട് തരത്തിലുണ്ട്. അതായത് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സും ഉണ്ട്, ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സും ഉണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ലാർജ് റിസോഴ്സസ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവും. ദേ ഹാവ് ദ ലോട്ട് ഓഫ് ഗുഡ്സ് കമ്പയർഡ് ടു ദി ഐറ്റിനറന്റ് ട്രേഡേഴ്സ്. ആൻഡ് ദെൻ ഡീൽ ഇൻ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഡീൽ ചെയ്യുന്നു. ദേ ഡീൽ ഇൻ കൺസ്യൂമർ ഗുഡ്സ്, ബോത്ത് ഡ്യൂറബിൾസ് ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ഡീൽ ചെയ്യുന്നുണ്ട്. ദേ ഹാവ് ദ ഗ്രേറ്റർ ക്രെഡിബിലിറ്റി ഇൻ ദി മൈൻഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആസ് ദേ പ്രൊവൈഡ് സർവീസസ് ലൈക്ക് എന്ത് ചെയ്യാറുണ്ട്, ഹോം ഡെലിവറി നടത്താറുണ്ട്, ഗ്യാരണ്ടി, റിപ്പയേഴ്സ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്.
അപ്പോൾ ഇത് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സും ഉണ്ട്, ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സും ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് വരുന്നു. ദേ ആർ റണ്ണിങ് ദെയർ ബിസിനസ് ഓൺ സ്മോൾ സ്കെയിൽ ആൻഡ് ഡീൽസ് ഇൻ ലിമിറ്റഡ് ലൈൻ ഓഫ് ഗുഡ്സ് ആണ്. അത്തരത്തിൽ വരുന്ന സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സിന് എക്സാമ്പിൾസ് ആണ് ജനറൽ സ്റ്റോർ. ജനറൽ സ്റ്റോർ എന്ന് പറയുമ്പോൾ ദേ ആർ സെല്ലിംഗ് ഓൾ ദ ജനറൽ ഐറ്റംസ് ഓഫ് ഗുഡ്സ്, അതായത് ഗ്രോസറി ഐറ്റംസും സ്റ്റേഷനറി ഐറ്റംസും ഓയിൽസും ഇങ്ങനെയുള്ളതെല്ലാം സെയിൽ ചെയ്യുന്നതാണ് ആക്ച്വലി ജനറൽ സ്റ്റോർ. നമ്മൾ പലചരക്ക് കട എന്ന് പറയില്ലേ, അതാണ്. സോ കൺസ്യൂമേഴ്സ് ക്യാൻ ബൈ മോസ്റ്റ് ഓഫ് ദ റിക്വയർമെന്റ്സ് അറ്റ് വൺ പ്ലേസ്. ഒരു സ്ഥലത്ത് നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും കൺസ്യൂമേഴ്സിന് വാങ്ങാനായിട്ട് കഴിയും. ദേ മേ ഓൾസോ പ്രൊവൈഡ് ഫ്രീ ഹോം ഡെലിവറി കൊടുക്കാറുണ്ട്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസും കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ദേ സ്റ്റോക്ക് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഫോർ ഡേ ടു ഡേ റിക്വയർമെൻറ്റ്സ് അല്ലേ. നമ്മുടെ ഡേ ടു ഡേ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ഓപ്പൺ ഫോർ ലോങ് അവേഴ്സ് ബേസ്ഡ് ഓൺ ദി കൺവീനിയൻസ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ കൺവീനിയൻസിനനുസരിച്ച് ലോങ് അവേഴ്സ് ഇത് ഓപ്പൺ ചെയ്ത് വെക്കാറുണ്ട്. ആൻഡ് ദെൻ പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നു. ലൊക്കേറ്റഡ് നിയർ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ആൻഡ് പ്രൊവൈഡ് സർവീസസ് ഹോം ഡെലിവറി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഒന്നാണ് സ്പെഷ്യാലിറ്റി ഷോപ്പ്. സ്പെഷ്യാലിറ്റി ഷോപ്പിൻ്റെ പ്രത്യേകത ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ദി സിംഗിൾ ലൈൻ പ്രോഡക്റ്റ്. സെർട്ടൻ ലൈനിൽ മാത്രമേ ഇവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളൂ. ഓൾസോ നോൺ ആസ് എ സിംഗിൾ ലൈൻ സ്റ്റോർ എന്നും പറയാറുണ്ട്. അതായത് എക്സാമ്പിൾ നമുക്കറിയാം കിഡ്സ് വെയർ ഷോപ്സ് അല്ലെ, കമ്പ്യൂട്ടർ ഷോപ്പ്. ഇവർ അത് മാത്രമേ കിഡ്സ് വെയർ എന്ന് പറഞ്ഞാൽ കിഡ്സ് വെയർ, ലേഡീസ് വെയർ എന്ന് പറഞ്ഞാൽ ലേഡീസ് വെയർ, അതാണ് സ്പെഷ്യാലിറ്റി ഷോപ്സ്. മെൻസ് വെയർ പറഞ്ഞാൽ മെൻസിൻ്റെ സാധനങ്ങൾ മാത്രമേ കിട്ടുള്ളൂ, അതാണ് സ്പെഷ്യാലിറ്റി ഷോപ്പ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ പ്രോഡക്റ്റ് ഓൺലി. കിഡ്സ് വെയർ ആണെങ്കിൽ കിഡ്സ് വെയർ, മെൻസ് വെയർ ആണെങ്കിൽ മെൻസ് വെയർ, ബുക്ക് ഷോപ്പ് ആണെങ്കിൽ ബുക്സ്, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അത് മാത്രമേ, വേറെ ഒന്നും അവിടെ കിട്ടില്ല. സോ ലൊക്കേറ്റഡ് ഇൻ സെൻട്രൽ പ്ലേസിലായിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. കീപ് ഓൾ ബ്രാൻഡ്സ് ഓഫ് പെർട്ടിക്കുലർ പ്രോഡക്ട്സ് അല്ലെ, ഒരു പെർട്ടിക്കുലർ പ്രോഡക്ട്സിൻ്റെ എല്ലാ ബ്രാൻഡും അവിടെ ഉണ്ടാവും. ഒരു ബെൻസ് വെയറിൽ കയറി കഴിഞ്ഞാൽ അവിടെ എല്ലാ ടൈപ്പ് ഷർട്ടുകളും എല്ലാ കമ്പനികളുടെ പാൻസും നമുക്ക് കിട്ടാറുണ്ട് അല്ലേ. അത് ലേഡീസിൻ്റെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അതാണ് സ്പെഷ്യാലിറ്റി ഷോപ്സ് എന്ന് പറയുന്നത്. ദെൻ സ്ട്രീറ്റ് സ്റ്റാൾ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ജനറലി ലൊക്കേറ്റഡ് അറ്റ് എ സ്ട്രീറ്റ് ക്രോസിംഗ് ഓർ ഇൻ ദി മെയിൻ സ്ട്രീറ്റ് ഭാഗത്ത് കാണുന്നതാണ്. സോ ദേ യൂഷ്വലി ഡിസ്പ്ലേ ദെയർ ഗുഡ്സ് ഓൺ ദ ടേബിളിലോ സ്റ്റാൻഡ് ഓർ ബൈ ഫിക്സിങ് എ ഷെൽഫ് ഓൺ ദി വാൾ, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡീലർ ചീപ്പർ ഗുഡ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. ടോയ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ. ദേ മെയിൻലി അട്രാക്ട് ഫ്ലോട്ടിംഗ് കസ്റ്റമേഴ്സിനെയാണ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ. ദേ സ്റ്റാൾ ഈസ് ഹൗസ്ഡ് ഇൻ എ വെരി സ്മോൾ ഏരിയയിലായിരിക്കും ആൻഡ് ദെൻ ഫൗണ്ട് ഇൻ ഹൈ കസ്റ്റമർ ട്രാഫിക് ഏരിയാസിലാണ് കാണുന്നത്. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഷോപ്പ്, ദാറ്റ് മീൻസ് ദേ ആർ ഡീലിംഗ്സ് ഇൻ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് സച്ച് ആസ് ബുക്സ്, ഫർണിച്ചർ, ക്ലോത്ത്, യൂസ്ഡ് കാർഡ്സ് ആൻഡ് അതർ ഹൗസ് ഹോൾഡ് ഐറ്റംസ്. നമുക്കറിയാം സെക്കൻഡ് ഹാൻഡ് ഷോപ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇവർ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആണ് ഡീൽ ചെയ്യുന്നത്, അതായത് ബുക്സ്, ഫർണിച്ചർ, ക്ലോത്തുകൾ, യൂസ്ഡ് കാർഡ്സ് അങ്ങനെയുള്ളത്. ഇവരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് യൂഷ്വലി ഫൗണ്ട് ഇൻ ബിസി സ്ട്രീറ്റ്സിലാണ്. ഹെൽപ്ഫുൾ ഫോർ ലോ ഇൻകം ഗ്രൂപ്പിന് ഹെൽപ്ഫുൾ ആണ്. ദേ ഓഫൺ സെൽ ആൻറ്റിക് ഐറ്റംസ് ആൻഡ് റെയർ ഒബ്ജക്ട്സ് ഓഫ് ദി ഹിസ്റ്റോറിക്കൽ വാല്യൂസ് അല്ലേ. അങ്ങനെ റെയർ കളക്ഷൻസ് ഒക്കെ ഇവർ എന്ത് ചെയ്യാറുണ്ട്, വിൽക്കാറുണ്ട് എന്നാണ് പറയുന്നത്. I think all are clear. Okay, that's all for today. If you have any doubt, please contact me.